വലിയ ന്യായീകരണമാണ് പ്രശാന്തിന് വേണ്ടി നടത്തിയിരുന്നത്. എന്നാൽ ക്രിമിനൽ ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത്. ഈ ഗൂഢാലോചനയിൽ കൃത്യമായി പങ്കുണ്ട് PS പ്രശാന്തിന് എന്ന് SIT തന്നെ കണ്ടെത്തുകയാണ്. കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ SITയുടെ കണ്ടെത്തൽ വരുമ്പോൾ അത് എങ്ങനെയായിരിക്കും പാർട്ടി പ്രതിരോധിക്കുക? വിനിത, CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ടെത്തൽ, SITയുടെ ഈ കണ്ടെത്തലും SIT പ്രതിപട്ടികയിൽ പ്രശാന്തിനെ ഉൾപ്പെടുത്തിയതും രാഷ്ട്രീയമായി വലിയ തിരിച്ചടി തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് വിട്ട് CPM-ൽ ചേർന്ന PS പ്രശാന്തിനെ പ്രത്യേക പരിഗണന നൽകിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കുകയും പിന്നീട് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വന്ന സമയത്ത് അദ്ദേഹത്തെ അടിമുടി ന്യായീകരിക്കുകയും ചെയ്തൊരു ചരിത്രം കൂടി CPM-നുണ്ട്. സ്വാഭാവികമായിട്ടും അന്നത്തെ സർക്കാരുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയ PS പ്രശാന്ത് ഈ പ്രതിപട്ടികയിൽ വരുമ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡും ഈ പ്രതിപട്ടികയിലേക്ക് അല്ലെങ്കിൽ സംശയ മുന്നിലേക്ക് വരികയാണ്. ദേവസ്വം മന്ത്രിയായ വാസവൻ അടൽക്ക് ഇതിന് മറുപടി പറയേണ്ടി വരും. ഏതായാലും ഈ SIT റിപ്പോർട്ട് പ്രകാരമാണ് എങ്കിൽ വലിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഈ അന്നത്തെ ഭരണസമിതിയുടെയും പ്രശാന്തിന്റെയും ഭാഗത്തുണ്ടായിട്ടുണ്ട്. അന്ന് ഈ SIT റിപ്പോർട്ട് നൽകിയ ശേഷം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജിയായ രാജാ വിജയരാഘവന്റെ ഉത്തരവിൽ നോക്കുകയാണെങ്കിൽ വളരെ വിശദമായി ഈ എന്തൊക്കെ പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങൾ അന്നത്തെ ദേവസ്വം ബോർഡ് ഭാഗത്തുണ്ടായെന്ന് വ്യക്തമാകുന്നുണ്ട്. 2019 നടന്ന സ്വർണ്ണ കവർച്ചയും ദുരുപയോഗവും മറച്ചുവെക്കുന്നതിനായി സ്പോൺസറും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ചേർന്ന് വീണ്ടും ദ്വാരപാലകരെ സ്വർണം പൂശാൻ എന്ന പേരിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ ഗൂഢാലോചന നടത്തി. അതാണ് ക്രിമിനൽ ഗൂഢാലോചന എന്ന പേരിൽ ഇപ്പോൾ SITയുടെ കുറ്റപത്രത്തിൽ വരികയും പ്രതിപട്ടികയിൽ PS പ്രശാന്തിനെ കൊണ്ടുവരികയും ചെയ്തത്. സ്വർണം 2023 നവംബർ 13-നാണ് അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റായി പ്രശാന്ത് ചുമതലയേൽക്കുന്നത്. പ്രശാന്ത് ചുമതലയേറ്റ ഉടനെ തന്നെ ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രശാന്തിന്റെ വിശ്വാസം നേടി ഈ ഗൂഢാലോചന മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചതായും SIT കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉണ്ട്. അതായത് ഈ ക്രിമിനൽ ഗൂഢാലോചന അറിഞ്ഞുകൊണ്ട് തന്നെ PS പ്രശാന്ത് ആ കുറ്റകൃത്യത്തിലേക്ക് ഭാഗമാകുമെന്നാണ് SIT റിപ്പോർട്ടിൽ ഉള്ളത്. ഇത് അന്ന് തന്നെ കോടതി ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തതായി അല്ലെങ്കിൽ അത്തരത്തിൽ അന്വേഷണത്തിൽ കണ്ടെത്തിയത് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ തുടരന്വേഷണം ഇത്തരം ആളുകൾക്കെതിരെ ഉണ്ടാകണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. സ്വാഭാവികമായിട്ടും SITക്ക് കിട്ടിയ ആ വലിയൊരു പഴുത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ കുറ്റപത്രത്തിലും PS പ്രശാന്തിനെ ഉൾപ്പെടുത്തുകയും 4ാം പ്രതിയായി PS പ്രശാന്ത് വരികയും ചെയ്തത്. CPM-നെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ LDF സർക്കാരിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ പറഞ്ഞ ന്യായീകരണങ്ങൾ ഇനി വിലപ്പോകില്ല. കാരണം കോടതി കൂടി കണ്ടെത്തിയ, കോടതി കൂടി നിരീക്ഷിച്ച കാര്യങ്ങളാണ് SIT കുറ്റപത്രത്തിലുള്ളത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SITയുടെ റിപ്പോർട്ടിൽ പറയുന്ന PS പ്രശാന്ത്, ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്തിനെ പ്രതി ചേർത്തിരിക്കുന്നു, 4ാം പ്രതിയായി ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് SITയുടെ ഇടക്കാല ഉത്തരവിൽ, ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പറയുന്നത്. മുരാരി ബാബു ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറാണ്, അദ്ദേഹം മരിച്ചുപോയി. മറ്റൊന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റ് കേസുകളിലും പ്രതി ചേർക്കപ്പെട്ടയാളാണ്, ശബരിമല സ്പോൺസറായിരുന്നയാളാണ്. ഒപ്പം പങ്കജ് ഭണ്ഡാരി, സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമയായ പങ്കജ് ഭണ്ഡാരി, അതോടൊപ്പമാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായ PS പ്രശാന്തിനെ പ്രതി ചേർത്തിരിക്കുന്നത്. ഒപ്പം ദേവസ്വം ബോർഡ് അംഗമായ അഡ്വക്കേറ്റ് A അജികുമാർ, CPI പ്രതിനിധിയാണ്, അജികുമാറിനെയും പ്രതി ചേർത്തിരിക്കുന്നു. ശബരിമല തന്ത്രിയായിരുന്ന കണ്ഠര രാജീവരെയും പ്രതി ചേർത്തിട്ടുണ്ട്. തിരുവാഭരണം കമ്മീഷണർ രജിലാലിനെയും പ്രതി ചേർത്തിരിക്കുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകളാണ് SITയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്ന് വേണം വിലയിരുത്താൻ, അല്ലേ റഷീദ്? ഇതിൽ നേരത്തെ സജീഷ് പറഞ്ഞ പോലെ തന്നെ പ്രശാന്തിനെ ന്യായീകരിച്ചിരുന്ന പാർട്ടി ഇനി എങ്ങനെ പ്രതിരോധിക്കും എന്നതാണ്. ചിലർക്കെതിരായ അന്വേഷണം ഇപ്പോഴും നടക്കുന്നു എന്നുകൂടി SIT വ്യക്തമാക്കുന്നുണ്ട് കോടതിയിൽ. വിനീത, ചിലർക്കെതിരായ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, അത് ആരാണ് എന്ന കാര്യം കൂടി കൃത്യമായി SIT കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലും ഒരാൾ ബോർഡംഗമാണ് സുന്ദരേശൻ, ബാക്കി എല്ലാവരും ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയിൽ ഉള്ള ആളുകളാണ്. ചെന്നൈ സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ട ഒരാളുമുണ്ട്. ഇതിനകത്ത് CPIM സ്വാഭാവികമായും പ്രതിരോധത്തിലാകേണ്ടി വരും. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, CPIM നിയോഗിച്ച ഭരണസമിതി ആയിരുന്നു 2023-ൽ അവിടെ വന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ വന്നത്. PS പ്രശാന്ത് ആണെങ്കിൽ നമുക്കറിയാം, അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവായിരുന്നു. അതിനുശേഷം CPIMന്റെ ഭാഗമാകുന്നു. CPIMന്റെ ഭാഗമായതിനു ശേഷം ഒരു അക്കമഡേഷൻ എന്ന നിലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കുകയാണ് ചെയ്തത്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട ഓരോ വിവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്തും PS പ്രശാന്തും അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും
സംശയ നിഴലിലാകുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ഇടപാടിൽ പങ്കുണ്ടോ എന്ന ചോദ്യം വരുമ്പോൾ തന്നെ അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് പ്രതിരോധ കോട്ട തീർത്തിരുന്നത് CPIM ആണ്. അന്നുണ്ടായിരുന്ന ദേവസ്വം വകുപ്പ് മന്ത്രിയായ VN വാസവനാണ്. പാർട്ടിയുടെ എല്ലാ നേതാക്കളുമാണ്. ഒരു നിമിഷം പോലും ഈ PS പ്രശാന്തിനെ അവിശ്വസിക്കുന്ന ഒരു നിലപാടെടുത്തിട്ടില്ല. CPIയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ആലപ്പുഴയിൽ നിന്ന് ആലപ്പുഴക്കാരനായ അജികുമാറിനെതിരെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അവിടുത്തെ വീട് നിർമ്മാണം അടക്കമുള്ള വിമർശനങ്ങൾ വന്നപ്പോഴും CPIയും അജികുമാറിനെ തള്ളിപ്പറയുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്തിരുന്നില്ല. പക്ഷേ അപ്പോഴും ഈ റിപ്പോർട്ട് വരുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാകുമായിരുന്നു എന്ന് ആ പാർട്ടി ഘടകങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം കരുതാൻ. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളായാണ് ഇവർ രണ്ടും പ്രതിപ്പട്ടികയിൽ കയറിപ്പോയത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. അത് തന്നെയാണ് ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജാണ് ഈ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ് വാർത്തയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇതാ 2025 കേസുമായി ബന്ധപ്പെട്ട് PS പ്രശാന്തിനെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പ്രതി ചേർത്തിരിക്കുന്നു. ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന് തന്നെയാണ് SIT പറയുന്നത്. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കൂടുതലായി എത്തണം. ഒരു ചെറിയ ഇടവേള.